വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കായുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 UG പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. You asked me if an ordinary person, by studying hard, would get to be able to imagine these things like I imagine. Of course, I was an ordinary person who studied hard. There's no miracle people. It just happens they got interested in this thing and they learned all this stuff. They're just people. There's no talent, a special miracle ability to understand quantum mechanics or a miracle ability to imagine electromagnetic fields that comes without practice and reading and learning and study. So if you say you take an ordinary person who's willing to devote a great deal of time and study and work and thinking and mathematics and time, then he's become a scientist. റിച്ചാർഡ് ഫെയ്ൻമൻ നൊബേൽ പ്രൈസ് ജേതാവായ ഇദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ആളുകൾ ദ ഗ്രേറ്റ് എക്സ്പ്ലെയിനർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ പാടായിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ, ഐഡിയാസിനെയൊക്കെ വളരെ സിമ്പിളായ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ദ ഗ്രേറ്റ് എക്സ്പ്ലെയിനർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. ഞാൻ ചെറിയ പ്രായത്തൊട്ടേ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ ഇന്നീ പൊസിഷനിൽ നിൽക്കുന്നത്. അല്ലാതെ ഇതൊരു മിറാക്കിളോ അല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ച ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിന് വേണ്ടത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെ ടോപ്പിക്കിനോടുള്ള ഇൻട്രസ്റ്റാണ്. ആ ഇൻട്രസ്റ്റ് വളർന്നിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും പഠിക്കുന്നതും അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യവും സിമ്പിളായി കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഒരു സ്റ്റഡി ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു സ്റ്റഡി ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെത്തേഡിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പേരിലൂടെ തന്നെ അറിയപ്പെടുന്ന ടെക്നിക്കായ ദ ഫെയ്ൻമാൻ ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ലേൺവൈസ്. അപ്പോൾ നമുക്ക് IGNOU സിമ്പിളായി പഠിച്ചാലോ? പ്ലെയിനായി സിമ്പിൾ ലാംഗ്വേജിൽ ഒരു കോൺസെപ്റ്റിനെ ക്വിക്കായി റിവ്യൂ ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലേണിംഗ് മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് ടെക്നിക്കാണ് ഈ ദ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. 4 രീതിയിലാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കിനെ നമ്മുടെ പഠന രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. സ്റ്റെപ്പ് 1, ചൂസ് എ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് ചൂസ് ചെയ്യുക. സ്റ്റെപ്പ് 2, ടീച്ച് ഇറ്റ് ടു അനദർ. മറ്റൊരാളെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക. സ്റ്റെപ്പ് 3, ഐഡൻറ്റിഫൈ ഗ്യാപ്സ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4, റിവ്യൂ ആൻഡ് സിംപ്ലിഫൈ. പഠിച്ച കാര്യങ്ങളെ റിവ്യൂ ചെയ്തുകൊണ്ട് അതിനെ സിമ്പിളായി എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഈ 4 ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് സിമ്പിളാക്കിക്കൊണ്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഏതൊരു കാര്യവും ഭയങ്കര വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാണേലും ഒന്നും തന്നെ മനസ്സിലാവില്ല. സോ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി ഒരു കാര്യമില്ലാതെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്ന വ്യക്തിക്കും അത് ചിലപ്പം എവിടെയൊക്കെയോ വഴിതിരിഞ്ഞു പോവാം, കേൾക്കുന്ന ആൾക്കാണേലും ഒട്ടൊന്നും മനസ്സിലാവില്ല. സോ എങ്ങനെ ഈ 4 സ്റ്റെപ്പിലൂടെ നമുക്ക് പഠന രീതി സിമ്പിളാക്കി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഒരു ഫെയ്ൻമാൻ ടെക്നിക്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പുകളെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, പിക്ക് എ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലെ പിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കുറേ റാൻഡം ആയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പലതായിട്ട് എടുക്കാതെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആവാം, സബ്ജക്റ്റിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പാർട്ടാവാം. അങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾ ചൂസ് ചെയ്തു. സോ ആ ചൂസ് ചെയ്ത ടോപ്പിക്ക് നിങ്ങളുടെ ജേർണലിലോ ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങളതൊന്ന് എഴുതി വയ്ക്കുക. ആ എഴുതി വെച്ചതിന് ശേഷമാണ് ഇനി നിങ്ങൾ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, നമ്മളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ദ സെക്കൻഡ് സ്റ്റെപ്പ്,
ടീച്ച് ഇറ്റ് ടു യുവർ സെൽഫ് ഓർ സംവൺ എൽസ്, എസ്പെഷ്യലി ടോഡ്ലർ. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. എസ്പെഷ്യലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോഡ്ലർ, അതായത് കുഞ്ഞു കുട്ടികൾ. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പറയുമ്പോൾ നമുക്കറിയാം അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്ന കൂട്ടത്തിലാണ് അല്ലേ. നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വലിച്ചു വാരി കുറേ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണോ അത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ബ്രീഫായിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു കുട്ടി അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും പിയർ ഗ്രൂപ്പിൽ പെടുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഫാമിലിയിലുള്ള ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് അവർക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം നമ്മളോട് തന്നെ നമ്മളൊരു ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് പറയാം. ഒന്നെങ്കിൽ മിററിൽ നോക്കിയിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് പറയാനായിട്ട് ശ്രമിക്കാം. അതല്ലെങ്കിൽ മുന്നിലൊരു ക്ലാസ് റൂം ഉണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ക്ലാസ് എടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണിത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഗ്യാപ്സ്. നമ്മൾ പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്റ്റെപ്പ് 2 നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ നീട്ടി വലിച്ച് ഏതെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അറിവില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനെ നമുക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഐഡൻറ്റിഫൈ ഗ്യാപ്സ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ വീക്ക് പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയും നമ്മൾ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പോർഷൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയും നമുക്ക് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ റീകളക്ട് ചെയ്യാൻ പറ്റാത്ത ഏത് ഏരിയാസ് ആണോ അവിടെ ഒന്ന് നന്നായിട്ട് സ്ട്രെസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഐഡൻറ്റിഫൈ ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം വരുന്ന ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് റിവ്യൂ ആൻഡ് സിംപ്ലിഫൈ. നമ്മൾ പഠിച്ച കാര്യങ്ങളെ റിവ്യൂ ചെയ്യുക ആൻഡ് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഇവിടെ നമ്മൾ 1 to 3 വരെയുള്ള സ്റ്റെപ്പിനെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ആദ്യം നമ്മൾ ആ കോൺസെപ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കുന്നു, പഠിച്ചു നോക്കുന്നു. അതിനുശേഷം നമ്മൾ ആരോടെങ്കിലും ഒന്ന് ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുന്നു. ഇത് നോക്കിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. ഈ 3 സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 4th സ്റ്റെപ്പിലേക്ക് വന്നെത്തുന്നത്. അതായത് ആ സബ്ജക്റ്റിൽ നമ്മൾ മാസ്റ്ററായി അല്ലെങ്കിൽ നമ്മൾ ആ എടുത്തിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ആദ്യം നമ്മളുടെ ടോപ്പിക്സ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളിതൊന്ന് പറഞ്ഞു നോക്കുക. ഇത് പറഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് സിമ്പിളായിട്ടാണോ നമുക്കത് പറയാൻ പറ്റുന്നത്, ഒരാളോട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അത് സാധിക്കുന്നില്ല, ഡയറക്റ്റ് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് പ്രസൻറ്റേഷൻ പോലെ നടത്തുകയും ചെയ്യാം. അങ്ങനെ 2-3 ടൈംസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുകയും ഇതൊരു ലോങ് ടേമിലേക്ക് നമുക്കിത് ആവശ്യം വരികയും ചെയ്യും. നമ്മൾ പൊതുവേ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്നു, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർക്കണ്ട, മറന്നു പോകുന്നു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ടെക്നിക്ക് തന്നെയാണ് ദ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എവിടെ പോയാലും ഏത് ക്ലാസ് എടുത്താലും കറക്റ്റായിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് 2 ഒരു കുട്ടിയോട് തന്നെ, ഒരു കുഞ്ഞു കുട്ടിയോട് നിങ്ങളുടെ കോൺസെപ്റ്റ് ഒന്ന് വിവരിക്കാൻ ശ്രമിക്കുക. അവരെന്തായാലും നിങ്ങളുടെ കോൺസെപ്റ്റ് നീട്ടി വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവരവിടെ നിൽക്കാൻ പോകുന്നില്ല, ഡിസ്ട്രാക്റ്റ് ആയി പോകും. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ തന്നെ അവർക്ക് എങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുക. അതിന് ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് കുട്ടിയുടെ അടുത്ത് ചെല്ലണം എന്നില്ല. കാരണം അവർക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അവർക്ക് മനസ്സിലാകാൻ ചാൻസ് ഉള്ള ചില നല്ല നല്ല ടോപ്പിക്സ് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ഇതൊരു ഹാബിറ്റ് ആക്കിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതേ രീതിയിൽ ബ്രീഫ്ലി ഒരു നോട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പറയാനോ സാധിക്കുന്നതാണ്.
ബിൽ ഗേറ്റ്സ് പോലെയുള്ള വലിയ വലിയ ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത്. ഒരുപാട് റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫെയ്മാനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പഠന രീതിയിലേക്ക് ഫെയ്ൻമാൻ്റെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫെയ്ൻമാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ, കുറച്ചല്ല അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ സക്സസ്സിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ എന്ത് ഷോർട്ട് കട്ട്സ് നോക്കിയാലും അല്ലെങ്കിൽ എന്ത് ഊടുവഴികൾ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാലും അതൊന്നും തന്നെ നമുക്ക് ബെനിഫിറ്റ് ആവാൻ പോകുന്നില്ല. സോ ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റഡി ടെക്നിക്കുകൾ നിങ്ങളുടെ ഒരു ഡെയിലി ഹാബിറ്റായിട്ട്, നാച്ചുറൽ ഹാബിറ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത് നിങ്ങൾ ഒരു പ്രാക്ടീസിലൂടെ ചെയ്തെങ്കിൽ മാത്രമേ, ആദ്യം തന്നെ കുറേ ടെക്നിക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് പറ്റുന്ന ഏത് ടെക്നിക്കാണോ ആ ടെക്നിക്ക് നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് ഇൻ ഡെപ്തിൽ നിങ്ങളുടെ കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നിങ്ങൾ ഫിസിക്കലി നല്ല രീതിയിൽ ഇതിനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലിരിക്കുകയുള്ളൂ. മറ്റൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ ട്രൈ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു, അതല്ല നിങ്ങളൊരു കുട്ടിയുടെ മുമ്പിൽ ഇതുപോലെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ടീച്ചർ ആകുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് സ്വയം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക്ക് തന്നെയാണ് ഈ ഒരു ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ സ്റ്റഡീസിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അടിപൊളി സ്റ്റഡി ടെക്നിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ bye. Now the moon is 60 times as far away from the Earth's center than we are. We're 4,000 miles away from the center, and the moon is 240,000 miles away from the center. So if the law of inverse square is right, an object at the Earth's surface should fall in 1 second by 1/20th of an inch times 3,600, being the square of 60, because the force has been weakened by 60 times 60 for the inverse square law in getting out there to the moon. And if you multiply a 20th of an inch by 3,600, you get about 16 feet. And lo, it is known already from Galileo's measurements that things fell in 1 second on the Earth's surface by 16 feet. So this meant, you see, that he was on the right track. There was no going back now. Because a new fact that was completely independent previously, which is the period of the moon's orbit and its distance from the Earth, was connected to another fact, which is how long it takes something to fall in 1 second. So this was a dramatic test that everything's all right. Further, he had a lot of other predictions.